ഒരു 2-2.5 മിനിറ്റ് AVയിൽ ഒതുക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നു. ഒരു കാലഘട്ടത്തിൻ്റെ ജനപ്രിയ സിനിമയുടെ സമവാക്യങ്ങൾ നിർണയിച്ചിരുന്ന ആളായിരുന്നു ശ്രീ ബാലചന്ദ്രമേനോൻ. ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രേമഗീതങ്ങൾ, താരാട്ട്, കേൾക്കാത്ത ശബ്ദം, മണിയൻപിള്ള അഥവാ മണിയൻപിള്ള, ചിരിയോ ചിരി തുടങ്ങിയ സിനിമകൾ ആവേശപൂർവ്വം വിദ്യാർത്ഥികൾ ഏറ്റെടുത്ത കാലമായിരുന്നു. 1, 2 അല്ല, 3, 4, 5 തവണ. കേൾക്കാത്ത ശബ്ദം എന്ന സിനിമയിലെ ഇന്ന് ഞാൻ രാവിലെ ലാൽ സാറുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ ഒരു ഗാനരംഗമുണ്ട്. ലാൽ സാറും അംബിക മേഡവും തമ്മിലുണ്ട്. ഒരു വലിയ ഷട്ടിൽ കോക്കിൻ്റെ മുകളിൽ നിന്ന് അദ്ദേഹം ചാടുന്നുണ്ട്, വളരെ ഉയരമുള്ള ഒരു ഷട്ടിൽ കോക്കിൻ്റെ മുകളിൽ നിന്ന്. ബാലചന്ദ്രമേനോൻ സാറിനെ കണ്ട് സിനിമയോട് സ്നേഹം തോന്നിയ തലമുറയിൽപ്പെടുന്ന ആളാണ് ഞാൻ. സാറുമായിട്ട് ഏറെക്കാലത്തെ സൗഹൃദമുണ്ട്. ഈ സിനിമയിൽ അതിപ്രധാനമായ, ഒരുപക്ഷെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്ന തരത്തിൽ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന KN വർഗീസ് എന്ന കേരള മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കുന്നത് ബാലചന്ദ്രമേനോൻ സാറാണ്. സാറിനോടൊപ്പം ചിലവിട്ട 50 ദിവസങ്ങൾ എനിക്ക് മാത്രമല്ല, കൂടെ അഭിനയിച്ചവർക്ക്, സാങ്കേതിക പ്രവർത്തകർക്ക് എല്ലാം മറക്കാനാവാത്ത ദിനങ്ങളായിരുന്നു. ദൗർഭാഗ്യവശാൽ സാറിന് നമ്മളോടൊപ്പം ഉണ്ടാവാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അല്പം മോശമാണ്. പക്ഷെ അദ്ദേഹം റിക്കവർ ചെയ്ത് വരികയാണ്. ഞാൻ അദ്ദേഹമായിട്ട് രാവിലെ സംസാരിച്ചിരുന്നു. അപ്പോൾ ശ്രീഗോകുലം മൂവീസും ആദ്യ ഇലുമിനേഷനും ചേർന്ന് അദ്ദേഹത്തിന് ഒരു ഉപഹാരം കൊടുക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഉപഹാരം നൽകുന്നതിനായി ഞാൻ ബഹുമാനപ്പെട്ട ലാൽ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം ഗോപാലേട്ടൻ, നിവിൻ പോളി, ഷറഫുദ്ദീൻ, രാജേഷേട്ടൻ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ, CB സാർ എല്ലാവരും ഒന്ന് വന്നാൽ. മണിയൻപിള്ള രാജു എന്ന പേര് കിട്ടിയത് മണിയൻപിള്ള അഥവാ മണിയൻപിള്ള എന്ന സിനിമയാണ്. അപ്പോൾ ബാലചന്ദ്രമേനോൻ സാറിൻ്റെ ഉപഹാരം ഏറ്റുവാങ്ങാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളത് രാജേഷേട്ടനാണ്. രാജേഷേട്ടൻ അത് ഏറ്റുവാങ്ങും. ഇത് ഭയങ്കര വെയിറ്റുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ട് മണിയൻപിള്ള രാജേട്ടൻ ദയവായി വേദിയിൽ തുടരുമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റതിഥികൾക്ക് സദസ്സിലേക്ക് ഇരിക്കാം. താങ്ക് യു സോ മച്ച്. ബാലചന്ദ്രമേനോൻ സാറിന് വേണ്ടി ഈ ഒരു ബാലേന്ദ്രമേനോൻ സാറിന് വേണ്ടി ഈ ഒരു സ്നേഹാദരം ഏറ്റുവാങ്ങി. ഉണ്ണിയേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു പേര് അദ്ദേഹത്തിന്റെ സിനിമയിലൂടെയാണ് ലഭിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ ഒരു സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതായി കേട്ടു. അപ്പോൾ ഞങ്ങളോട് ഈ അവസരത്തിൽ സംസാരിക്കണം. ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞ മാതിരി ഞാൻ സിനിമ വന്നിട്ട് 51 വർഷമായി. 75 തൊട്ട് ചെറിയ പടങ്ങളൊക്കെ അഭിനയിച്ചെങ്കിലും എന്നെ മണിയൻപിള്ള അഥവാ മണിയൻപിള്ളയിൽ ആ കഥാപാത്രത്തിലെ മേനോൻ അവതരിപ്പിച്ചതിലൂടെയാണ് ഞാനെന്ന ആളിനെ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയത്. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെയൊക്കെ കാരണക്കാരൻ ബാലചന്ദ്രൻ. ഇടയ്ക്ക് കുറേ നാൾ അദ്ദേഹത്തിൻ്റെ പടങ്ങളിലില്ലായിരുന്നു. ആദ്യത്തെ 8-10 പടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ തമ്മിൽ അഭിനയിച്ച പടം ഈ പടമാണ്. ഈ പടം എന്ന് ഞാൻ പറയാമെന്ന് വെച്ചാൽ ഈ പടത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞില്ല, അപ്പം പറയത്തേ ഉള്ളൂ. അത് എപ്പോഴും സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ദിവസം, ഞാനും ഈ പറഞ്ഞ 10-40 ദിവസം അഭിനയിച്ചൊരു നല്ല ഇമ്പോർട്ടൻ്റ് വേഷമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു എന്താ പറയുക, അപ്പോൾ മേനെ കുറിച്ച് ഇന്ന് അദ്ദേഹത്തിന് വരാൻ ബുദ്ധിമുട്ടാണ്. ഹോസ്പിറ്റലൈസ്ഡ്
അതുകൊണ്ടാണ് വരാത്തത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പകരം വാങ്ങിച്ചു. ഷീൽഡ് എടുത്ത് പൊക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലിനേക്കാൾ വെയിറ്റിട്ട് അത്ര അതിഗംഭീരമായൊരു സംഭവമാണ് ഇവിടെ നിന്ന് തന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പൊക്കാത്തത്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ഇതിനകത്ത് അഭിനയിക്കുമ്പോഴും ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എങ്ങനെയാണ് ഈ പടത്തിൽ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ CB ഉണ്ണികൃഷ്ണൻ എല്ലാ പടങ്ങളും കാണുന്ന ആളാണ്. എന്നെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടില്ല. ഞാൻ തുടരും സിനിമ കഴിഞ്ഞ് അത് കഴിഞ്ഞൊരു സർജറിയൊക്കെ കഴിഞ്ഞ് എൻ്റെ 16 കിലോ കുറഞ്ഞ് നിൽക്കുമ്പോൾ എനിക്കൊരു വിളി വരുന്നു, ചേട്ടൻ ഞാൻ ഇത് ഉണ്ണികൃഷ്ണൻ. ഞാൻ എന്താ, എൻ്റെ ഒരു പടം അടുത്ത മാസം തുടങ്ങുന്നുണ്ട്, നല്ലൊരു വേഷമാണ്, ഒരുപാട് ദിവസം വേണ്ടി വരും, ബാക്കി കാര്യങ്ങൾ ഹരമോഹൻ സംസാരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഞാൻ പടത്തിൽ വന്നത്. പറഞ്ഞതുപോലെ തന്നെ അതൊരു ഉഗ്രം വേഷമാണ്, ത്രൂ ഔട്ടുണ്ട്. വളരെ എനിക്ക് സന്തോഷവും അഭിമാനമുണ്ട് ഈ പടത്തിൽ വർക്ക് ചെയ്തതിൽ. അത് ഞാൻ പടം കഴിഞ്ഞ് പോകുന്ന നേരത്ത് അദ്ദേഹത്തിന് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ എല്ലാ പടവും കണ്ടിട്ടുണ്ട്, ഇത് നിങ്ങളുടെ ഏറ്റവും നല്ല പടമായിരിക്കും. ഷേക്ക് ഹാൻഡ് കൊടുത്തു. അങ്ങനെ എന്നെ സംഭവിക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ ഈ നമ്മൾ ഒരുപാട് പേരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരുപാട് ഡയറക്ടേഴ്സുമായിട്ട് അഭിനയിക്കുമ്പം അവരുടെ രീതികളും സ്റ്റൈലും ഒക്കെ നമ്മളിലേക്ക് അങ്ങ് അറിയാതെ കയറും. എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എൻ്റെ ജീവിതത്തിലും ഒരു ശ്രീ മോഹൻലാലും പറഞ്ഞിട്ടുണ്ട്, പത്മരാജൻ ചേട്ടനിലൂടെയൊക്കെ നമ്മൾ ഒരു മാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംസാര രീതിയിലും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു അംശം എങ്ങനെയോ കലർന്നു വരും. അപ്പം ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ ഞാൻ പറയുമായിരുന്നു, സെറ്റിൽ വെച്ചിട്ട് ഈ ഉണ്ണികൃഷ്ണൻ ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ പറയുമായിരുന്നു. ആദ്യമായിട്ട് പുള്ളി ആദ്യം ഞാൻ നടന്നു വന്നിട്ട് ക്യാമറാമാൻ്റെ പറയും, ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ ട്രോളിയിട്ട് ഇങ്ങനെ വരണം, എന്നിട്ട് ഇവിടുന്ന് 2 പേര് വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അത് റെഡിയാണ്. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു ക്യാമറ ഓക്കെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരും, രാജേട്ടൻ അവിടുന്ന് ഇങ്ങനെ വരുന്നു, ഇവിടുന്ന് വരുന്നു, എന്നിട്ട് നിങ്ങൾ 2 പേരും കൂടെ ഡയലോഗ് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നു. ഞാൻ അതുപോലെ ചെയ്യാം. പ്രത്യേകം അസോസിയേറ്റ് ഡയറക്ടർ രാജേട്ടൻ ഡയലോഗ് കേൾക്കണ്ടേ, ഈ ഡയലോഗ് രാജേട്ടൻ പറയണം, മറ്റേ ഡയലോഗ് നിവിൻ പോളി പറയും. നിങ്ങൾ 2 പേരും കൂടെ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ നടക്കുന്നു വന്നിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ എനിക്ക് അത്ഭുതമായി. കുറച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ പോയി ഒരു കയ്യിൽ ജ്യൂസും ഒരു ചായ. സാറേ ജ്യൂസ് വേണോ അത് ചായ വേണോ? ശരിക്കും പറഞ്ഞാൽ സെറ്റിലെല്ലാം ഇങ്ങനെയാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ പറയുന്നത് അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു പുള്ളിയുടെ ആക്ഷൻ. എന്തായാലും പടം ഒരുപാട് ദിവസം ഷൂട്ട് ചെയ്തെങ്കിലും നല്ല ഇൻട്രസ്റ്റിംഗ് സിനിമയാണ്. എല്ലാ ഹിറ്റിനുള്ള ചേരുവകളും ഉണ്ട്. ഇവിടെ അധികം ഞാനൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഒരു വേഷം തന്നതിൻ്റെ ഗോകുലും ബാലൻ ചേട്ടനും ഉണ്ണികൃഷ്ണൻ അപ്പോൾ എല്ലാവരോടും ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്, സ്നേഹമാണ്. എല്ലാവരോടും എനിക്ക് എങ്ങനെ കഥയെന്ന് പറയുന്നത് അറിയില്ല. ഞാൻ വിചാരിച്ചു എനിക്കിങ്ങനെ ഒരു രൂപമുള്ളതുകൊണ്ട് എന്നെ വിളിച്ച് ഇനി രോഗിയായിട്ട് കിടത്താനാണോ എന്നൊരു വിചാരിച്ചു. പക്ഷേ അല്ല, ഉഗ്രം റോളാണ്. പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ.